ഹലോ. അപ്പം നമ്മുടെ ചാനലിൽ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പം ഡേ 1 നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി, നല്ല അടിപൊളി സാമ്പാറും ചട്നിയുമാണേ. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ. 2 ഗ്ലാസ് പച്ചരിക്ക് നമ്മൾ 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചരി ഉഴുന്നും എടുത്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി കൊണ്ടുവരാവേ. കഴുകി വെച്ച് നമ്മുടെ പച്ചരിയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അത് കുതിരാനായിട്ട് നെകയ്ക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഇടാം കേട്ടോ. കുതിർന്ന് വരാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ഉഴുന്നും നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്, അതും നെകയ്ക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചെടുക്കാവേ. അതിനുവേണ്ടി നമ്മൾ മിക്സിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ആദ്യം നമുക്ക് കുതിർത്ത ഉഴുന്നെടുത്ത് അരയ്ക്കാം കേട്ടോ. അത് കുതിർക്കാനായിട്ട് വെച്ച വെള്ളം തന്നെയാണ് നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്കത് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇവിടെ മിക്ക ദിവസങ്ങളിലും ഈ ഒരു കലത്തിലേക്ക് നമുക്ക് ഇത് ആക്കി കൊടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ പച്ചരിയും ഉലുവായും കുതിർന്നതും കൂടി നമുക്കിതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉഴുന്നിലേക്ക് തന്നെയാണ് ഈ അരിയും കൂടി അരച്ച് ചേർക്കുന്നത്. അപ്പം നമ്മൾ പച്ചരിയും കൂടെ അരച്ചിട്ട് നമ്മുടെ ഉഴുന്നിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം കേട്ടോ. നല്ല രീതിയിൽ രണ്ടും കൂടി മിക്സ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു ഓവർനൈറ്റ് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് നന്നായിട്ടത് പൊങ്ങി വരും. പുളിച്ച് പൊങ്ങി നല്ലതായിട്ട് വന്നാലേ സോഫ്റ്റ് ആകുള്ളേ. അപ്പോൾ നമ്മുടെ മാവ് അരച്ച് തലേദിവസം വെച്ചത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കൂടിയിരിക്കാതെ നല്ല രീതിക്ക് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലിത്തട്ടയിൽ നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാവേ. ഇഡലി ഈസി ആയിട്ട് വെന്ത് കഴിയുമ്പോൾ വിട്ട് പോരാനായിട്ടാട്ടോ നമ്മൾ ഓയിൽ ചേർത്ത് ഗ്രീസ് ചെയ്യുന്നത്. നമ്മുടെ മാവ് നമുക്ക് ഇഡലിത്തട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ എല്ലാ ഇഡലിത്തട്ടും ഫില്ല് ചെയ്ത് നമുക്ക് ആവിയിൽ ഇഡലി പുഴുങ്ങിയെടുക്കാം. ഇഡലി മാവിനായതുകൊണ്ടാട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ദോശയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി ലൂസ് വരുവേ. ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കും അല്ലാത്ത രീതിയിലുള്ള കൺസിസ്റ്റൻസി വേണം ഇഡലി ഉണ്ടാക്കുമ്പോൾ, എങ്കിലേ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടുള്ളേ. ഇനിയിപ്പോൾ നമുക്ക് അപ്പച്ചമ്പി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പരിപ്പാട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമ്മളത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണേ. പരിപ്പ് വേകാനായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 6 വിസിലാട്ടോ വേണ്ടിയത്. ഇനി നമുക്ക് നെകയ്ക്ക് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വെക്കാം. അതിലേക്ക് നമ്മൾ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്തിന് നമുക്ക് സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പച്ചക്കറിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് വെള്ളരിക്ക കേട്ടോ, പിന്നെ നമ്മൾ പടവലങ്ങ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ചുമന്നുള്ളി ആട്ടോ എടുത്തേക്കുന്നത്. ഏറെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, അത് നമ്മൾ നടുവേ കീറിയിട്ടേ ഉള്ളൂ. പിന്നെ ക്യാരറ്റും മുരിങ്ങയ്ക്കായും ആട്ടോ. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് വഴറ്റിയിടാനായിട്ട് നമ്മൾ വെണ്ടയ്ക്കായും തക്കാളിക്കായും കൂടി സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നില്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് വഴറ്റി ചേർക്കുക. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 7 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചതച്ച് സാമ്പാറിൽ ചേർക്കും. നിങ്ങൾ അങ്ങനെ ചേർക്കാറുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാവേ. പരിപ്പ് നമ്മുടെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പൊക്കെ കറക്റ്റ് പാകത്തിനാകട്ടോ, ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഉരുളക്കിഴങ്ങ് ഇട്ടു, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ വെള്ളരിക്ക ആട്ടോ. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കാം. മുമ്പേ കാണിച്ച നമ്മുടെ വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചേർക്കാറുണ്ടോ? അത് എല്ലായിടത്തും ഒന്നും ചേർക്കാറില്ല, പക്ഷേ ഇവിടെ നമ്മൾ ചേർക്കാറുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങൾ ചേർത്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ. അപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഇട്ടേ. ഇനി നമ്മൾ പരിപ്പ് വെന്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ വെജിറ്റബിൾസിനും പരിപ്പിനും എല്ലാത്തിനും നമ്മുടെ പാകം അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്നുകൂടി ഒന്ന് വേവാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ.
നമുക്ക് ഒരുപാട് വാട്ടറി ആവേണ്ട, എന്നാൽ അത്യാവശ്യം വെള്ളം വേണം താനും എന്നുള്ള രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും എല്ലാം നല്ല രീതിയിൽ നമ്മുടെ വെജിറ്റബിൾസിൽ പിടിക്കുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് 2 വിസിൽ മതി വെജിറ്റബിൾസ് വേവാനേ. ഇനി സാമ്പാറിലേക്ക് ആവശ്യമായ പൊടികൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കായക്കട്ടയാട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്, സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കായക്കട്ട നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഇവിടെ എപ്പോഴും കായത്തിൻ്റെ കട്ടയാട്ടോ പൊടി വാങ്ങിക്കാറില്ലേ. പൊടിയെക്കാട്ടിലും കുറച്ചുകൂടി ഫ്ലേവർ കൂടുതലുള്ളത് കായത്തിൻ്റെ കട്ടയ്ക്ക്. അപ്പം നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കത് വറുത്ത് മാറ്റിയിട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കായും തക്കാളിയും വഴറ്റാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെണ്ടയ്ക്ക നന്നായിട്ട് വാടിയിട്ടാട്ടോ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ തക്കാളി അങ്ങ് ഒരുപാട് വെന്ത് പോവേ. ഈ തക്കാളിയും നമ്മുടെ വെണ്ടയ്ക്കായും നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ പൊടികളെല്ലാം അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പൊടികൾ ചേർത്ത് കഴിയുമ്പം നമ്മൾ തീയെ സിമ്മിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതേ നമ്മൾ സിമ്മിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തോന്ന് നമുക്കൊന്ന് നോക്കാവേ. ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തെന്ന് തോന്നുന്നുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം പീസസ് വെന്തോ ഇല്ലയോ എന്നേ. അതാ ഒരു കിഴങ്ങെടുത്ത് നോക്കിയിട്ട് പീസസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കായും പൊടികളും എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. നമ്മുടെ പൊടികളെല്ലാം വഴറ്റി ചേർക്കുമ്പോൾ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. ഇപ്പം തന്നെ ഇതേ നമ്മുടെ സാമ്പാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇത് നോർമലാട്ടോ. ഇപ്പോൾ ഇതേ സാമ്പാറൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്ക് കടുക് താളിച്ചിടാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അത് നമ്മൾ കടുകിട്ട് കൊടുക്കാം. ആ കടുകിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ പിന്നെ ചേർക്കുന്നത് 2 വറ്റൽമുളക് മുറിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. അത് രണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മുടെ സാമ്പാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ ഇതേ നമ്മുടെ സാമ്പാർ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ആ ഒരു വറവിട്ടതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതോടെ ചേർത്ത് വെച്ച് അന്നേരം തന്നെ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചട്നി കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ അല്ലി മാത്രം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കാന്താരി മുളക്, ചുമന്നുള്ളി, ഉപ്പ്. അത് നമുക്ക് പെട്ടെന്നൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോഴത്തേനും നമ്മുടെ ചട്നി റെഡിയാവും. കടുകിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാം. ഇവിടെ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, അതിന് പുറത്തേക്ക് നല്ല കുറുകിയ നല്ല അടിപൊളി സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല തേങ്ങാ ചട്നി വെച്ചിട്ടുണ്ട്. പിന്നെ കൂടത്തിലൊരു പഴം പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. നല്ല ചൂടാവി പറക്കുന്ന ഒരു കട്ടൻ കാപ്പിയും കൂടി ആയപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായി. അപ്പം നിങ്ങൾ ഇന്ന് എന്നാ കഴിച്ചതെന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ.